ഞാനുണ്ടായിരുന്ന സീസണിനകത്ത് എന്നോട് ഡിംപിളിനെ ആക്രമിക്കണം, ഡിംപിളിന് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു തന്നത് ഈ ഏഷ്യാനെറ്റ് അല്ല, അതിന്റെ സംഘാടകരാണ്. ഒരു 50ാമത്തെ എപ്പിസോഡ് എത്തിയപ്പോൾ എന്നെ അന്തസ്സായിട്ട് അവർ വിളിച്ചിരുത്തി പറഞ്ഞ് പുറത്താക്കും. 50 എപ്പിസോഡ് വരെ നിങ്ങൾ വളരെ മനോഹരമായിട്ട് കളിച്ചു, പക്ഷേ റേറ്റിംഗ് ഇല്ല. പുറത്താക്കുന്നതിലൊരു ചെറിയ സങ്കടമുള്ളത് കൊണ്ടാവണം അവർക്ക് എനിക്കൊരു ക്ലാസ് തന്നു. എന്നെ പിടിച്ചകത്തിരുത്തി ഒരു സൈക്യാട്രിസ്റ്റിനെയോ ഒരു കൗൺസിലറെയൊക്കെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് എന്നെ ഉപദേശിച്ചു. ഇവർക്ക് ബോധപൂർവ്വം ഒരു ഗസ്റ്റ് അപ്പിയറൻസ് എന്നുള്ള ധാരണ ഇതിന്റെ സംഘാടകർക്കുണ്ട്. എത്ര ദിവസം ഇവർ എങ്ങനെ കളിച്ചാലും ഉണ്ടാവൂ എന്നുള്ളത്. എന്നോട് 35 ദിവസമാണ് പറഞ്ഞേ. പക്ഷെ ആ 35 ദിവസം പറയുമ്പോൾ പിന്നെ ഈ എവിക്ഷൻ പ്രക്രിയക്ക് എന്ത് പ്രത്യേകിച്ച് അങ്ങനെ ജെനുവിനിറ്റി ഒന്നും ഈ ഷോയ്ക്കകത്ത് എന്തിനാണ് ജെനുവിനിറ്റിയും നീതിയൊക്കെ പ്രതീക്ഷിക്കുന്നത്? നമ്മൾ അതുമായിട്ട് അഡിക്റ്റഡ് ആവുകയാണ്, നമ്മൾ അതിൽ ഒരാളുമായി കണക്ട് ആവുകയാണ്, അയാളുടെ ഇമോഷൻസിനൊപ്പം നമ്മൾ സഞ്ചരിക്കുകയാണ്, അയാൾ ജയിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ആ ആഗ്രഹത്തിനെയാണ് ഈ കോർപ്പറേറ്റ് കമ്പനി ചൂഷണം ചെയ്യുന്നത്. ഇതാണല്ലോ ഇതിലെ ഫാക്ട്. അഖിൽ മാരാറിന് ഒരു സ്റ്റേറ്റ്മെന്റ് പറയണം, അദ്ദേഹം പറയട്ടെ. അത് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് നമ്മുടെ കാഴ്ചപ്പാട് പോലെ. അങ്ങനെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് പറയട്ടെ എന്ന് പറയുന്നൊപ്പം തന്നെ സ്റ്റേറ്റ്മെന്റ് തെറ്റായിരുന്നു കൂടി പറയുന്നുണ്ട്. പുളിഫിറോസ് ലാലേട്ടനെയൊക്കെ ഭയങ്കര മോശമായിട്ട് പറഞ്ഞു. ഏത് കണ്ടു എന്ന് കരുതുന്നു. ലാലേട്ടൻ ഈ ഷോയ്ക്ക് പറ്റിയ ഹോസ്റ്റലിലാന്ന് ഞാൻ അപ്പോൾ വിളിച്ചു കേട്ടെ, ഇതോടാ നീ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെയാണ് കളിയാ ഇത് കറക്റ്റാണ്, അവൻ അങ്ങനെയാണ്. ലാലേട്ടൻ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലാലേട്ടനെ. പക്ഷേ ലാലേട്ടൻ പാത്രം മുട്ടാൻ പറഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം എതിർത്ത് വീഡിയോ ഇട്ടാൾ ഞാനാ. 5 ദിവസം ഞാനിവിടെ പട്ടിണി കിടന്നു. ഈ TV-യിൽ എനിക്ക് കയറണം, ആ ഷോയുടെ ഭാഗമാവണം. എനിക്കതിന്റെ ഫ്രണ്ടിൽ വന്നില്ലെങ്കിലും സാരമില്ല, എന്നെ കാണാൻ കൊള്ളൂല, ശരി വേണ്ട, എനിക്ക് ഫ്രണ്ടിൽ വേണ്ട, ഞാൻ ബാക്കിൽ നിന്നോളാം, സംവിധാന സഹായി. 5 ദിവസം ഞാനവിടെ കിടക്കുന്നത് നോട്ട് ചെയ്തിട്ട് എൻ്റെ പാഷൻ കണ്ടിട്ട് എനിക്ക് ആ അവസരം തന്നത് ഏഷ്യാനെറ്റാണ്. അവർക്ക് അതിന്റെ ആവശ്യമില്ല. അതിന് ഞാൻ അവരോട് കടപ്പെട്ടിരിക്കണം. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. അതായത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നെഗറ്റീവ് ഷെയ്ഡാണ് എന്ന് വരുത്തി തീർക്കാൻ ഉള്ള കണ്ണിൽ നമ്മൾ നോക്കിയാൽ നെഗറ്റീവ് തന്നെയാണ്. അതല്ലാണ്ട് അതിനകത്ത് ഓപ്പർച്യൂണിറ്റീസ് എന്തെന്ന് നോക്കിയാൽ, ജല്ലിക്കെട്ട് എന്ന് പറയുന്ന സിനിമ സാബുച്ചേട്ടന് കിട്ടുന്നത് എപ്പോഴാണ്? അതായത് പലവട്ടം പുള്ളി അത് പറഞ്ഞിട്ടുണ്ട്. പേളിമാണിയുമായിട്ടുള്ളൊരു അടി കൂടുന്നൊരു സമയത്ത്, ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ രൂപഭാവങ്ങളും ഇദ്ദേഹത്തിന് മറ്റേ പേരൊക്കെ പറഞ്ഞ് വിളിച്ചാൽ അതായിരിക്കാം ഒരു പക്ഷേ പറഞ്ഞ ജല്ലിക്കെട്ട് പോലൊരു പടത്തിനകത്തേക്ക് അദ്ദേഹത്തിനെ കൈപിടിച്ച് കയറ്റിയേ. ഇവരെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, എന്നെയും ഈ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നെയൊക്കെ എവിടേക്കോ ആരൊക്കെയോ ശ്രദ്ധിക്കുന്നുണ്ട്. കറക്റ്റ് സമയം വരുമ്പോൾ അത് വരും. ബിഗ് ബോസിൽ പോയതുകൊണ്ട് എനിക്ക് നഷ്ടം ഉണ്ടാവില്ല, ലാഭം ഉണ്ടാവുള്ളൂ. ഈ നേട്ടം ഫിറോസിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ഇറങ്ങി കിട്ടിയ ഒരു നേട്ടത്തെ പറ്റിയിട്ട് ഇപ്പൊ നെഗറ്റീവ് പ്രതീക്ഷിച്ച് പോയ ഒരാൾ അതല്ല സംഭവിച്ചത്, അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വഴിയായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഇത്രയും നെഗറ്റീവ് പ്രതീക്ഷിച്ചില്ല. ഇല്ല, പക്ഷേ ഞാൻ നെഗറ്റീവ് പ്രതീക്ഷിച്ചു, പക്ഷെ ഇമാതിരി നമുക്കൊരു കൊടൂര വില്ലൻ ഇമേജിലേക്ക് കൊണ്ടുവരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ അത് ആ ഷോ ഡിമാൻഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഈ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിലും നല്ല പ്രവർത്തികൾ കുറേ ആയി കഴിഞ്ഞാൽ എവിടേക്കോ ഇതിന് എന്തൊരു വശപ്പശ കണ്ടെന്ന് ചിന്തിക്കുന്ന, ശരിക്കും മലയാളി അങ്ങനെ ഒരു ബോധം മനുഷ്യ സഹജമാണ്. അത് നമ്മളത് കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മളതുമായിട്ട് ട്യൂൺ ഉണ്ടാവും. ഇപ്പൊ ഈ ഒരാൾക്ക് സ്ഥിരമായിട്ട് ഈ പറഞ്ഞ പോലെ ഭക്ഷണം എത്തിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, ഏതിങ്ങനെ ഒരു റെഗുലർ ബേസിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ ടിഫിൻ കിട്ടുന്നതിനനുസരിച്ച് ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഫ്രണ്ടിന് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നാൽ എൻ്റെ ക്ലാസ്മേറ്റ്സ് പതിയെ പറഞ്ഞു കൊടുക്കും ഇവനെന്തോ സംഗതി. അത് മനുഷ്യ സഹജമാണ്, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെ കൃത്യത, സൂക്ഷ്മത, അതിൻ്റെ ഒരു സുതാര്യത എന്നത് നമ്മൾ നോക്കിയാൽ മതി. ബിഗ് ബോസിൽ എനിക്ക് കുറച്ചുകൂടി എൻ്റെ ചോദ്യത്തിൽ നിന്ന് ഞാൻ പിക്ക് ചെയ്യുന്നത് ഈ ഒരു വില്ലൻ ഇമേജ് വരിക എന്ന് പറയുന്നത് ആ ഷോയുടെ ആവശ്യമാണ്. അപ്പം നമ്മളവിടെ നല്ലത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ ചെയ്ത ആളാണ്. ഞാൻ അവിടെ ചെന്നിട്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും പറയുമായിരുന്നു, നമ്മളായിട്ട് ആർക്കും ഒരു ദോഷം ഉണ്ടാക്കരുത്, ഒന്ന് മാറിയിരിക്കണം. പക്ഷേ പറഞ്ഞുകൊണ്ട് അവിടെ പോയിട്ട് നന്മമരം പേര് നന്മമരമൊന്നുമല്ല, ഓണമില്ലെന്നാ പേര് വന്നേ, കട്ടിലെന്ന് വരുന്നു. സംഗതി എന്താണ്, ഒരിടത്ത് മാറിയിരുന്നാണ് അവരെന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ. പക്ഷെ ഒരു 50ാമത്തെ എപ്പിസോഡ് എത്തിയപ്പോൾ ഞാൻ ഈ ഷോ രഹസ്യങ്ങളൊക്കെ മുമ്പ് പറയത്തില്ല, പക്ഷെ ഇപ്പൊ നമുക്കത് പറയാം, പലരും പറയുന്നുണ്ട്. ഒരു 50ാമത്തെ എപ്പിസോഡ് എത്തിയപ്പോൾ എന്നെ അന്തസ്സായിട്ട് അവർ വിളിച്ചിരുത്തി പറഞ്ഞ് പുറത്താക്കും. 50 എപ്പിസോഡ് വരെ നിങ്ങൾ വളരെ മനോഹരമായിട്ട് കളിച്ചു, പക്ഷേ റേറ്റിംഗ് ഇല്ല. ഞാൻ ക്യാപ്റ്റനായിരുന്ന ടൈമാണ് ഏറ്റവും കൂടുതൽ എന്നെ വിമർശിക്കപ്പെട്ട ടൈം. ഞാൻ ക്യാപ്റ്റനായിരുന്ന ടൈമിൽ എനിക്കിപ്പോഴും അഭിമാനമാണ്. അതിനുള്ള കാര്യം എന്താ അറിയോ, ആ ഒരാഴ്ച അടി കിടന്നില്ല. ഞാൻ ക്യാപ്റ്റൻസിയിലേക്ക് വരുമ്പോൾ ലാലേട്ടൻ തന്നെ എന്നോട് പറഞ്ഞത് വളരെ സമാധാനമായിട്ടൂടെ പോകണം. ഞാൻ അതുപോലെ നോക്കി സമാധാനമായിട്ട് ഒരാഴ്ച കൊണ്ടുപോയി. ആരും ഷോ കണ്ടില്ല, ഒരാൾക്കും ആ സമാധാനത്തിന്റെ ആവശ്യമില്ല. പിറ്റേ ആഴ്ച ലാലേട്ടൻ വന്നു, എന്നെ ഇനി പറയാനൊന്നുമില്ല, അമ്മാതിരി ചീത്ത വിളിച്ചു. കാര്യം ഞാൻ റേറ്റിംഗ് താഴെ പോയി. എന്നിട്ടും അവർക്ക് എന്നെ പുറത്താക്കുന്നതിലൊരു ചെറിയ സങ്കടമുള്ളത് കൊണ്ടാവണം അവർക്ക് എനിക്കൊരു ക്ലാസ് തന്നു. എന്നെ പിടിച്ചകത്തിരുത്തി ഒരു സൈക്യാട്രിസ്റ്റിനെയോ ഒരു കൗൺസിലറെയൊക്കെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് എന്നെ
എന്നെ ഉപദേശിച്ചു, ഇങ്ങനല്ല കളിക്കേണ്ടേ, നിങ്ങൾ അറിഞ്ഞ് കളിക്കണം, തിരിച്ച് ശരിക്കും ആ ചെയ്യണത് ശരിക്കും മറ്റു മത്സരാർത്ഥികൾ ചെയ്യുന്ന ഒരു നീതികേട് കൂടിയല്ല ഇത്. നമ്മൾ എഗ്രിമെന്റ് എഴുതി കയറി എന്ത് നീതികേട്. ഈ ബിഗ് ബോസിൽ സംഭവിച്ചൊരു നീതി എനിക്ക് പറഞ്ഞു തന്നെ. ഇപ്പൊ അവിടെ നിന്ന് ഇത്രയും ഒരു പ്രഷർ കാര്യങ്ങൾ എന്നുള്ളത് ആ ഗെയിമിന്റെ ഷോയുടെ ഭാഗമാണ്, വിനോദം അല്ലേ? പല രീതിയിലേക്ക് അത് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കാം. സോ ഒരാൾ മത്സരാർത്ഥി അതനുസരിച്ച് കളിക്കുക എന്നുള്ളതാണ് ആ ഒരു ഷോയുടെ പാറ്റേൺ, അല്ലെ? സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ അത് ചെയ്യുന്നില്ലെങ്കിൽ പ്രത്യേകമായിട്ട് വിളിച്ചൊരു ക്ലാസ് എടുക്കുക, അത് ചെയ്യേണ്ട ആവശ്യമില്ല. മത്സരാർത്ഥികളോടുള്ള നീതികേടല്ല, അത് ബിഗ് ബോസിനോടുള്ള നീതികേടാണ്. അതല്ലേ സത്യം? അതെ. അല്ല, ഒപ്പം തന്നെ അങ്ങനെ ഒരു ഫേവറിസം, അങ്ങനെ ഒരു ക്ലാസ് മറ്റു മത്സരാർത്ഥികൾ കൊടുത്തിരുന്നോ? മിക്കവർക്കും കൊടുക്കുന്നത്. നമ്മൾ പറയുന്ന പോലെ ഇത് പുറത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റാത്തതോ അല്ലെങ്കിൽ ഇത് നിങ്ങൾ എന്തോ കരുതുന്നത് ഇതൊരു ഷോയാണ്, ഇതൊരു TV ഷോയാണ്. നമ്മുടെ ഈ ഇന്റർവ്യൂ പിന്നെ നമ്മൾ ഇത് വളരെ യാദൃശ്ചികമായി സംഭവിക്കേണ്ട കാര്യങ്ങളാണെന്നൊക്കെയുള്ള ആൾക്കും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കരുതുക. പക്ഷെ എനിക്കും റോഷനും അതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ടെക്നിക്കലി അറിയാവുന്നവർക്കും ഈ ക്യാമറമാനും ഒക്കെ അറിയാം, എൻ്റെ ചെവിയിലൊരു ഇന്നീറുണ്ട്. ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരാളുടെ നിർദ്ദേശം അനുസരിച്ചാണ്. എൻ്റെ ചോദ്യങ്ങൾക്ക് ഞാൻ തരുന്നതിൽ ഈ എടുക്കുന്ന തീരുമാനത്തിന്റെയും മുകളിൽ മറ്റൊരാളും കൂടിയുടെ അയാളുടെ ബ്രെയിനും കൂടി അതിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നതുപോലെ ഒരു TV ഷോ ആയിരുന്നേ. ഇപ്പൊ ഞാനുണ്ടായിരുന്ന സീസണിനകത്ത് എന്നോട് ഡിംപിളിനെ ആക്രമിക്കണം, ഡിംപിളിന് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു തന്നത് ഈ ഏഷ്യാനെറ്റ് അല്ല, അതിന്റെ സംഘാടകരാണ്. അത് പറഞ്ഞിരുന്നതിന് ഒരു രീതിയുണ്ട്. ആ രീതിയൊക്കെ പിന്നെ ഷോയിൽ പോയിട്ടുള്ളവർക്കറിയാം. നമുക്കറിയാൻ പറ്റും ഇന്ന രീതിയിലാണ് പറയുന്നത്. പക്ഷെ ഞാൻ അവർ പറയുന്നതിനനുസരിച്ച് ഈ ആളെ ഒപ്പോണൻ്റായിട്ട് കണ്ട് അയാൾക്കെതിരെ നിലപാടെടുത്തപ്പോൾ നേരെ എനിക്ക് തിരിഞ്ഞു. അതങ്ങനെയാണ്. അതായത് ഒരു ഇൻസിഡന്റ് കിട്ടിയാൽ അതെങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നവർക്കറിയാം. ആദ്യം 35 ദിവസങ്ങൾ കഴിയുന്നത് പോലെ ഇത്തരം കോൺട്രവേഴ്സീസ് അവർ അകത്തും പുറത്തും ഉണ്ടാക്കും. നിങ്ങൾ കരുതുന്നത് പോലെ ഒരു ലിമിറ്റഡ് സോ കോൾഡ് ആൾക്കാരിരുന്നിട്ട് ഇങ്ങനെ ബിഗ് ബോസിനെ കുറിച്ച് പറയാൻ അവർക്ക് പേ കിട്ടുന്നുണ്ടെന്ന്, അല്ലാണ്ട് വെറുതെ പറയുന്നതല്ല. എത്രയോ ചാനലുകൾക്ക് ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ ഇതിന്റെ സംഘാടകർ പേ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പിന്നെ കണ്ടസ്റ്റൻസിന്റെ PR ടീമുകൾ കൊടുക്കുന്ന യൂട്യൂബ് ചാനലുകൾ വേറെ കാണും. എന്താ ഏഷ്യൻ്റെ ഗുണം? പുറത്തും അകത്തും ഒരുപോലെ ടോക്ക് ആവുക, അത്രയും മാത്രം റീച്ച് കയറുമ്പോൾ മാർക്കറ്റിംഗ് മാറുക, മാർക്കറ്റിംഗിന്റെ പൈസ കിട്ടുക. ഇതാണല്ലോ ഇതിനകത്തെ ബേസ്. ഇത്തരം വിവാദങ്ങൾ വരുമ്പോഴും അവർക്കെതിരാണെങ്കിൽ സംസാരിക്കുന്നതിൽ പോലും ഈ കോൺട്രവേഴ്സിനെ മാക്സിമം ഫ്യൂവൽ ഒഴിക്കുകയാണോ ചെയ്യുന്നത്? ശരിക്കും ഫ്യൂവൽ ഒഴിക്കുക എന്നുള്ളതാണല്ലോ അതിന്റെ മാർക്കറ്റിംഗ്. അത് തന്നെയാണ് അവർ ചെയ്യുന്നത്. അത് പക്ഷേ അത് ഇല്ലീഗലാണെന്നോ അല്ലെങ്കിൽ അത് അൺഎത്തിക്കലാണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം അവരുടെ TV ചാനലാണ്, അവർ മറ്റേ കോടതി നടത്തുന്ന ആൾക്കാർ. അങ്ങനെ വരുന്ന സമയത്ത് പിന്നീട് വരുന്ന സീസണുകളിൽ മത്സരാർത്ഥികൾ വിളിക്കുമ്പോൾ എവിടേക്കോ, ഇപ്പോൾ നമ്മൾ സീസൺ 1 തൊട്ടിട്ട് സീസൺ 6 എത്തുമ്പോൾ കാണാം പൊതുവെ ഒരു പ്രൊഫൈൽ ഭയങ്കരമായിട്ട് മാറ്റുണ്ട് വരുന്ന ആളുകളുടെ, അല്ലെ? എവിടേക്കോ ഒരു സെക്കൻഡ് തോട്ടിലോട്ട് പോവില്ലേ? സെക്കൻഡ് തോട്ടിലോട്ട് പോവില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ കഴിഞ്ഞ സീസണിൽ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ 6ാമത്തെ സീസണിലേക്ക് വിളിച്ച നമുക്കെല്ലാം അറിയാവുന്ന ഒരു ആള്, അയാളെ ഞാൻ കമ്പൽ ചെയ്തു, നീ പോണം, അതൊക്കെ ഇമേജ് മാറട്ടെ, പൈസ കിട്ടും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ സിനിമകളിൽ നിന്ന് ഇങ്ങനെ പതിയെ കുറച്ച് ചെറിയ അവസരങ്ങളായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് പോയി ഇറങ്ങിയാൽ സിനിമ കിട്ടുമെന്നുള്ളതല്ല, ഒരു 5 സിനിമ ചെയ്യുന്ന പോപ്പുലാരിറ്റി ഒരു 10-90 ദിവസം കൊണ്ട് കിട്ടും. വേണ്ട ഒരാഴ്ച നിന്നാൽ പോലും കിട്ടും. ആണ് ബിഗ് ബോസിന്റെ പ്രത്യേകത. ഏറ്റവും ആദ്യത്തെ ആഴ്ചയിൽ തന്നെ പോയ രതീഷിനെ ഇപ്പോഴും നമ്മൾ ഓർക്കുന്നുണ്ട്. അത് നമ്മൾ എങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്നുള്ള അനുസരിച്ചിരിക്കുമല്ലോ. പക്ഷെ അവൻ പോയില്ല. പേടി മോനി പറഞ്ഞ കറക്റ്റ് പോയിന്റാണ്. അതായത് പുതിയൊരാൾക്ക് പോകാനൊരു പേടിയുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങൾ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇത് വൺസ് ഇൻ എ ലൈഫ് ടൈം കിട്ടുന്നൊരു വമ്പൻ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ പോന്നേ. ഇത് പോയി കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ആരും പിടിച്ച് വിഴുങ്ങുന്നില്ല. ഈ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര നെഗറ്റീവായിരുന്നു. എനിക്ക് ഭയങ്കര നെഗറ്റീവായിരുന്നു. സോഷ്യൽ മീഡിയയിൽ തുറക്കാൻ വയ്യാത്ത നെഗറ്റീവായിരുന്നു. പക്ഷേ ഓൺ ഗ്രൗണ്ടിൽ കണ്ട ഒരൊറ്റ വ്യക്തി പോലും, ഐ എം ടെലിങ് യു, ഒരൊറ്റ വ്യക്തി പോലും ഇന്ന് വരെ എന്നോട് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ മോശമായി പോയി എന്ന് പറഞ്ഞിട്ടില്ല. ശരിക്കും ഈ മോശം പരാമർശങ്ങൾ വരുന്നവരെല്ലാം മുഖമില്ലാത്തവരാണെന്നാണ് വിശ്വസിക്കുന്നത് എന്നതാണ് കൂടുതലും മോനെ. ഞാൻ ഇറങ്ങുന്ന ആ സമയത്ത് ഒരു ഭയങ്കര ഒരു കലിപ്പോട്ടായത്, എൻ്റെ വീട് കയറി വെട്ടും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഞാനിത് ആരാണ് തപ്പി പിടിച്ചു പോയി. എന്റെ രീതിയിൽ ആ സമയത്ത് ഇവനെതിരെ കൊണ്ടുപോയി കേസ് കൊടുക്കണം അങ്ങനെ ഒന്നുമില്ലല്ലോ. ഞാനിതിന്റെ നമ്മുടെ അടുത്ത സുഹൃത്തുണ്ട്, സുർജിത് മനക്കിൽ എന്നാണ് പേര്. ദുബായിൽ ഞങ്ങളുടെ റേഡിയോയുടെ IT എഞ്ചിനീയർ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അവൻ്റെ സഹായത്തിൽ ഞങ്ങളുടെ കുറച്ച് സൗഹൃദ വലയങ്ങളിലൊക്കെ ഇതിൻ്റെ IP അഡ്രസ്സ് എടുത്തിട്ട് ഇതിൻ്റെ അഡ്രസ്സ് ഞങ്ങൾ തന്നെ തപ്പിയെടുത്ത് അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കേസായിട്ട് കൊടുത്തില്ല. വിളിച്ച് ചോദിച്ചു, സാർ എനിക്ക് ഈ ID ഒന്ന് കാണണം, ഈ ID ഉള്ള ആളെ. അപ്പോൾ പുള്ളി ശരി പ്രശ്നമില്ലല്ലോ, ഒരു പ്രശ്നമില്ല, എന്താണ് പുള്ളി എന്നെ വെട്ടണം, വീട് കയറും എന്നൊക്കെ പറയുന്നു. അപ്പോൾ എന്താണെന്ന് പോയി ചോദിക്കണം. അങ്ങനെ ഞങ്ങൾ പോയി. ആലപ്പുഴയാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. 8ാം ക്ലാസ്സിൽ. അതുകൊണ്ട് അതുവരെ എനിക്കിത് ഭയങ്കര കലിപ്പായിരുന്നു കേട്ടോ, ഈ സോഷ്യൽ മീഡിയയിലെ നെഗറ്റീവ്. പക്ഷേ ഈ മോനെ പോയി കണ്ടിട്ട് പിന്നെ ഞാൻ അവനെ കൊണ്ട് വീടിന്റെ അടുത്തുള്ള ചോക്ലേറ്റ് കടയിൽ പോയിട്ട് ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്തു. സ്വന്തം IDയിൽ, ഫേക്കാണ് സംഗതി, സ്വന്തം കമ്പ്യൂട്ടറിൽ നിന്ന് സ്വന്തമായിട്ട് പഠിക്കാനിരിക്കുന്ന ടൈമിൽ ചെയ്യുന്നതാണ്.
അതോടുകൂടി എനിക്ക് ഇതിന്റെ കംപ്ലീറ്റ് ഇതും പോയി. സോഷ്യൽ മീഡിയയിൽ ആരെന്ത് പറയുന്നു എന്ന് നമ്മൾ എൻ്റെ കാര്യമില്ല. അതിനെ സിമ്പിൾ ആക്കി എടുക്കുന്നതിന് പകരം കുറച്ചുകൂടി കാര്യഗൗരവത്തിൽ എടുക്കേണ്ട വിഷയം കൂടി ആയിരുന്നു. കാരണം ഈ പിള്ളേർ ഈ രീതിയിലേക്ക് ചിന്തിക്കുന്നില്ല. ഇപ്പോൾ നാദർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ കൂടുതലും രീതിയിലേക്ക് വന്ന സമയത്ത് കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ അറിയില്ലായിരുന്നു ഇത് പ്ലസ് ടു പഠിക്കുന്ന ചെറിയ പിള്ളേരായിരുന്നു. പ്രായം പോലും ചെയ്യാത്ത 3 പിള്ളേർക്കായിരുന്നു. പക്ഷെ അത് ചെയ്തു. അത് കൊടുത്തതിന് ശേഷം എനിക്ക് അതൊന്നും ചെയ്യാനില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇത് അവർക്ക് ബോധപൂർവ്വം ഒരു വ്യക്തിനെ അന്വേഷിച്ച് ഈ ആളാണ് ഈ ഏജ് കാറ്റഗറി ആണെന്ന് നോക്കിയിട്ട് കേസ് കൊടുക്കേണ്ടതില്ല. പക്ഷെ ഇവർ ഈ പ്രായത്തിൽ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് എവിടേക്ക് ഭയങ്കരമായിട്ട് മോശമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അല്ലെ. അത് എനിക്കത് റിയലൈസ് ചെയ്യപ്പെട്ടു. പക്ഷെ അത് ഞാനൊരു പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരാൻ തോന്നിയില്ല. കൊച്ചു പിള്ളേർ നമ്മളും ആ സമയത്ത് 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആ ടൈമിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു. ഇവർക്ക് ഇപ്പൊ ഇച്ചിരി ഡിജിറ്റൽ സപ്പോർട്ട് ഉണ്ടല്ലോ. ഇവർ നോക്കിയപ്പോൾ പറയാം. ഇവരിഷ്ടപ്പെടുന്ന ആൾക്കെതിരെ സംസാരിക്കുന്ന ഒരാളായിരുന്നല്ലോ ഞാൻ. ആ സമയത്ത് വൈഡായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാർക്കെതിരെ സംസാരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ നമ്മളിപ്പോ ഒരു മമ്മൂട്ടിയുടെ പടത്തിലെ വില്ലനെ നമ്മളൊക്കെ ഞാനും ഈ ഒക്കെ ചെറുതായിരുന്ന സമയത്ത് അവനെ കിട്ടിയത് ഇത്രയേ ഉള്ളൂ ആ ഒരു മേജർ സംഗതി. പക്ഷെ അതോടുകൂടി എനിക്കൊരു റിയലൈസേഷൻ വന്നു, ഈ സോഷ്യൽ മീഡിയയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ടോട്ടൽ പോപ്പുലേഷൻ്റെ ഒരു 0.5% അത്ര എന്തോയേ ഉള്ളൂ യൂട്യൂബിലുള്ള ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇന്ന് വരെ ഞാൻ കണ്ടസ്റ്റൻസിനോടാണ് പറയുന്നത്, ഭാവിയിലെ നിങ്ങളെ ഒരാളും ഓൺ ഗ്രൗണ്ടിൽ വന്ന് പേടിപ്പിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ഇമേജ് എന്നോട് ഇന്ന് വരെയും ഒരാളും ബഹുമാനമില്ലാതെയോ അല്ലെ മോശമായിട്ട് പെരുമാറിയില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്. എന്നെ ഒരാൾ വന്ന് കണ്ടിട്ട് എന്നോട് നിങ്ങൾ എന്ത് കാണും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോയൊരു മൂലയെ ചുമ്മാ ഇരുന്ന് എന്തിനു മനുഷ്യൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല ഈ എവിടേക്കോ ഈ കുറച്ച് സേഫ് സോൺ കളിക്കുന്നു, അല്ലെങ്കിൽ പലപ്പോഴും പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാത്തതും. അതിന് മുമ്പ് ഫിറോസ്ക്കുള്ള ഒരു ഇമേജ് ഉണ്ട് അല്ലെ, എത്രത്തോളം ചാറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കളിയാക്കിയിട്ട് നന്മമരം എന്ന് വിളിക്കുമ്പോ പോലും എവിടേക്ക് കാര്യങ്ങൾ ചെയ്യുന്നോണ്ടുണ്ട്. അപ്പൊ എന്നെ കാണുന്നത് മുകളിൽ അല്ലെ വെള്ളി വെളിച്ചമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ പ്രതികരിക്കേണ്ടതിനെ ഒരു മിതത്വം പാലിക്കേണ്ടതുണ്ട് എന്നുള്ള ബോധ്യത്തിൽ പലപ്പോഴും പ്രതികരിക്കാതെ പോയതാണോ? ഒന്നുമല്ല കേട്ടോ, അങ്ങനല്ല. ഞാൻ ആ വിക്ടിമിനെ വെച്ചിട്ടാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. ഇപ്പോൾ ഈ എന്നെ അത്രമേൽ ദ്രോഹിച്ചാലും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൂടി എൻ്റെ സീസണിലുള്ള ആൾക്കാർ ഇവർ പുറത്തിറങ്ങിയിട്ട് പലതും എന്നെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട് പറയേണ്ടതൊക്കെ. പക്ഷേ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോകുമ്പോഴല്ലോ നമ്മൾ മറ്റുള്ളവരെ കൂടി കൺസിഡർ ചെയ്യുമല്ലോ. അവരുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ഫാമിലി ഞാൻ കൂടുതലും സേഫ് സോണിലേക്ക് നിൽക്കാൻ ആഗ്രഹിക്കുന്നത് തന്നെ മക്കൾ വളർന്നു വരികയാണ്, ഫാമിലി ഉണ്ട്, പെൺകുട്ടികളാണ്. നമ്മൾ കാരണം അവരിലേക്കൊരു നമ്മൾ ചെയ്യുന്ന നല്ലത് അവർക്ക് കിട്ടിയില്ലെന്ന് സാരില്ല, നമ്മൾ കാരണം ഒരു മോശം അവരിലേക്ക് എത്തരുത് എന്നുള്ളൊരു സേഫ് ഗാർഡിങ് ആണ്. അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഞാൻ എൻ്റെ സൊസൈറ്റി റെസ്പോൺസിബിലിറ്റിയേക്കാൾ കൂടുതൽ എൻ്റെ കുടുംബത്തിനെയാണ് ഞാൻ സംരക്ഷിക്കേണ്ടത്. പിന്നെ പറയേണ്ട കാര്യങ്ങൾ അതിപ്പോൾ രാഷ്ട്രീയപരമായിട്ടോ ആനുകാലികപരമായിട്ടോ ഒക്കെ ഉള്ളതിൽ ഞാൻ ഇടപെടും. ബിഗ് ബോസിനകത്ത് നമ്മൾ അത്തരം അഭിപ്രായം ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ റോബിൻ്റെ അലർച്ചയായിരുന്നു വലിയൊരു വിഷയം. എന്നെ വിളിച്ച് ഇതുപോലൊരു ഇൻ്റർവ്യൂവിന് ഒക്കെ ഇരുത്തിയിട്ട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അവൻ അലർട്ടായിരുന്നു, നമുക്കെന്താ അവൻ അലറാൻ ഇഷ്ടമുണ്ട്, അവൻ അലറുന്നു, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നുള്ളതാണ്. ഭയങ്കര റീച്ചൊക്കെ ആയിട്ടുള്ളൊരു ഇതായിരുന്നു. സത്യമല്ലേ ഇത്? അഖിൽ മാരാറിന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയണം, അദ്ദേഹം പറയട്ടെ. അത് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് നമ്മുടെ കാഴ്ചപ്പാട് പോലും. അങ്ങനെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് പറയട്ടെ എന്ന് പറയുന്നൊപ്പം തന്നെ സ്റ്റേറ്റ്മെന്റ് തെറ്റായിരുന്നു കൂടി പറയുന്നുണ്ട്. അവരുടെ സ്പേസിലുള്ള അഭിപ്രായം വ്യാഖ്യാനിക്കാൻ പറ്റില്ലല്ലോ. അതിൽ എന്റെ സ്പേസിലുള്ളതാണത്, അത് തെറ്റാണ്. അത് ഈ പറഞ്ഞ പോലെ പറയുകയാണെങ്കിൽ അത് വ്യക്തമായി കൃത്യമായി ഇന്നത്. പക്ഷെ അയാൾ ചെയ്തത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് അയാൾക്ക് ഈ രാജ്യം കൊടുത്തിരിക്കുന്ന അവകാശമാണ്. മാരാർ പറഞ്ഞത് മാത്രമല്ല, മാരാറിന് നമ്മുടെ ഫിറോസ് പറഞ്ഞു, ഫിറോസ് പറഞ്ഞു, ഫിറോസ് ലാലേട്ടനെയൊക്കെ ഭയങ്കര മോശമായിട്ട് പറഞ്ഞു. ഏത് കണ്ടു എന്ന് കരുതുന്നു. ലാലേട്ടൻ ഈ ഷോയ്ക്ക് പറ്റിയ ഹോസ്റ്റലിലാന്ന്. ഞാൻ അപ്പോൾ വിളിച്ചു പറഞ്ഞേ, ഇതോടാ നീ കാണിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാനിങ്ങനെയാണ് കളിയാ, ഇത് കറക്റ്റാണ്, അവൻ അങ്ങനെയാണ്. ഞാൻ ചിലപ്പോൾ അത് പറയില്ല. എനിക്ക് ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്, റെസ്പെക്റ്റാണ്. എൻ്റെ ആദ്യ സിനിമ സംഭവിച്ച ലാലേട്ടൻ്റെ കൂടെയാണ്. എന്നിൽ എവിടൊക്കെയോ ഒരു ലാലേട്ടൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിൻ്റെ ജീവിതമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്പിരിച്വാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഞാൻ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ഇത്തരം ഗ്രാറ്റിറ്റ്യൂഡുകൾ ഉള്ളിലുള്ളതുകൊണ്ട് തന്നെയാണോ പലരും ഈ മോശം അനുഭവം ഉണ്ടായാൽ വരെ തുറന്നു പറയാത്തത്? പറയുന്ന ബിഗ് ബോസ് സംഭവങ്ങളാണെങ്കിലും ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, കാരണം ഇത്രയും വലിയൊരു വേദി തരുന്നു, ഇത്രയും ലക്ഷം പേര് ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടുന്നു അല്ലെ, അപൂർവമാണ് കിട്ടുന്നത്. സോ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് പലവരും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും തുറന്നു പറച്ചിലിന് തയ്യാറാവാം. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, പക്ഷെ എന്റെ കാര്യത്തിൽ അതെ. അതായത് ഏഷ്യാനെറ്റിനോട് എനിക്കൊരു കടപ്പാടുണ്ട്. ആ ഒരൊറ്റ ഗ്രാറ്റിറ്റ്യൂഡ് കാരണമാണ്. അതായത് എന്നെ ആരും അറിയില്ലായിരുന്നു. ആ ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് ഉണ്ടായില്ല, ഞാൻ നല്ലൊരു മനുഷ്യനല്ല. ഞാൻ പിന്നെ വെഞ്ഞാറമൂട് പോലെ ഒരു ചെറിയ കുഗ്രാമല്ല വെഞ്ഞാറമൂട്, അവിടുത്തെ ഒരു കുഗ്രാമത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു കലങ്കിലിരുന്ന് വളർന്ന ഒരു സാധാരണ ചെറുപ്പക്കാരനാണ്, വളരെ സാധാരണ ചെറുപ്പക്കാരനാണ്. ആ ഫേമസ് എങ്ങനെ ആയിരുന്നുള്ളതാണ്. പക്ഷെ അതിന് മുമ്പേ ആണെങ്കിലും കൂടിയായിരുന്നു.
അതിനു മുമ്പ്, അതായത് ഇപ്പൊ ഈ പറയുന്ന എന്നെ അറിയുന്ന അതിനു മുൻപ് എന്നെ ആർക്കും അറിയില്ലായിരുന്നു. ആ സമയത്ത് ഇമ്പിച്ചി ബാബ സഖാവിന്റെ പിന്നെ മകനായിട്ടുള്ള ഒരാളുണ്ട്, നമ്മുടെ മുസ്താഖ് സാർ. അദ്ദേഹമായിരുന്നു ഹരി, നമ്മൾ നേരത്തെ സംസാരിച്ച ഹരി പി നായരൊക്കെ പോലെയുള്ള കുറച്ച് പേര് ഏഷ്യാനെറ്റിലുണ്ട്. എന്നെ ആർക്കും അറിയില്ല. ഞാൻ ആ സമയത്ത് അവിടെ നടന്നൊരു RJ ഹണ്ടിൽ, ഒരു VJ ഹണ്ടിൽ പങ്കെടുക്കാനായിട്ട് പോവാണ്. എന്നെ അവർക്ക് എടുക്കേണ്ട ഒരു കാര്യമില്ല. അവരന്ന് എടുക്കാൻ തീരുമാനിച്ചിരുന്നത് നല്ല ചാമിങ് ആയിട്ടുള്ള മറ്റേ കരണിനെയൊക്കെ പോലെയുള്ള വമ്പൻ ആംഗേഴ്സ് കത്തി നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് എൻ്റെ ഒരു ഔട്ട്ഫിറ്റിന്റെ ഫീച്ചർ അതൊക്കെ എനിക്കറിയാം. ഒരു തനി നാട്ടും പുറത്തുകാരൻ, നല്ല മെലിഞ്ഞിട്ട് കവിളൊക്കെ ഒട്ടിയിട്ട് ഒരുപാട് എൻ്റെ ഔട്ട്ഫിറ്റിനെ കുറിച്ച് ഉൾപ്പെടെ ഒരുപാട് കുറ്റങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പിന്നെ അവരെൻ്റെ കഴിവ് കണ്ടെടുത്തതല്ല. 5 ദിവസം ഞാൻ അവിടെ പട്ടിണി കിടന്നു. ഈ TV-യിൽ എനിക്ക് കയറണം, ആ ഷോയുടെ ഭാഗമാവണം. എനിക്കതിൻ്റെ ഫ്രണ്ടിൽ വന്നില്ലെങ്കിലും സാരമില്ല, എന്നെ കാണാൻ കൊള്ളൂല, ശരി വേണ്ട, എനിക്ക് ഫ്രണ്ടിൽ വേണ്ട, ഞാൻ ബാക്കിൽ നിന്നോളാം, സംവിധാന സഹായി. 5 ദിവസം ഞാൻ അവിടെ കിടക്കുന്നത് നോട്ട് ചെയ്തിട്ട് എൻ്റെ പാഷൻ കണ്ടിട്ട് എനിക്ക് ആ അവസരം തന്നത് ഏഷ്യാനെറ്റാണ്. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ബിഗ് ബോസ് അവസരമല്ല, അന്നത്തെ അവസരം 23 വർഷം മുമ്പ്. അതിന് ഞാൻ അവരോട് കടപ്പെട്ടിരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ മരിക്കുന്നത് വരെ ഈ പറഞ്ഞ പോലെ. അതുകൊണ്ടാണ് ഈ ഏഷ്യാനെറ്റിനെതിരെ ഇത്രയും നാളുകൾ ഏതെങ്കിലും തരത്തിലൊരു ആക്രമണത്തിലോ, എൻ്റെ കേസിലും ഏഷ്യാനെറ്റില്ല. ഞാൻ കൊടുത്തിരിക്കുന്ന കേസ് ഒരു വ്യക്തിക്കെതിരെയാണ്. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാനത് ഏഷ്യാനെറ്റിനെ അറിയിച്ചു. അതും ഏറ്റവും ടോപ്പിലെ ഹെഡിനെ തന്നെ വിളിച്ചു. നമുക്ക് അത്രമേൽ വലിയൊരു മുതിർന്ന സഹോദരനെ പോലൊരു മനുഷ്യനാണ്. അതിനെ വിളിച്ചു, പിന്നെ സാർ ഇങ്ങനെയാണ്, നിങ്ങൾക്കും പെൺകുട്ടികളാണ്, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനൊരു സംഗതി ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് നോക്കി ചെയ്യാൻ ഫിറോസ്, നീ പേടിക്കേ വേണ്ട, നമുക്കത് സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിളിച്ചു. പക്ഷെ പിന്നെ ഒരു റെസ്പോണ്ടും ഉണ്ടായില്ല. തിരിച്ചു വിളിച്ചൊരു മറുപടി തന്നില്ല. ചിലപ്പോൾ അത് നമ്മൾ തമ്മിലുള്ള ബന്ധം കൊണ്ട് വരും. എന്ത് പറയും, ഇങ്ങനൊരു മോശം അനുഭവം ഉണ്ടായി, എന്ത് പറയും, സോറി എന്ന് പറയാൻ പറ്റും? അത്രയും വലിയൊരു ആളെന്ന് നമ്മളോട് സോറി പറയാൻ പുള്ളി അല്ല അത് ചെയ്തത്. പുള്ളിയുടെ ആ ടീമിൽ ഒരു വെണ്ടർ പോലെ പ്രവർത്തിക്കുന്ന, എൻഡമോൾ ഷൈൻ ഇന്ത്യയുടെ ഒരു വെണ്ടർ പോലെ പ്രവർത്തിക്കുന്ന വേറൊരാളാണ്. അപ്പോൾ ഇദ്ദേഹം എന്തിനു പറയണം? അവൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് കാരണമാണ് ഞാൻ ഏഷ്യാനെറ്റിനെതിരെ പറയാത്തത് എന്ന് പറയുന്നതിൽ എനിക്ക് തെറ്റൊന്നും തോന്നില്ല. ലാലേട്ടനെ എനിക്കെതിരെ മോശമായിട്ട് പർപ്പസ്ഫുള്ളി അങ്ങനെ ഒന്നും തന്നെ പറഞ്ഞില്ല. എനിക്ക് അദ്ദേഹത്തിൻ്റെ പറയേണ്ട കാര്യമില്ല. എന്നോട് പ്രവർത്തിച്ചത് എൻഡമോൾ ഷൈനും അല്ല, ആ ടീമിലൊരാളാണ്, അയാൾക്കെതിരെയുള്ളതാണ് ഞാൻ ചെയ്തത്. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് നല്ലതല്ലേടാ, ഗ്രാറ്റിറ്റ്യൂഡ് നല്ലതാണ്. അതുകൊണ്ട് ഒരാളെ തെറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ലാലേട്ടനെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലാലേട്ടനെ. പക്ഷേ ലാലേട്ടൻ പാത്രം മുട്ടാൻ പറഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം എതിർത്ത് വീഡിയോ ഇട്ടാൾ ഞാനാ. അതുകൊണ്ട് ഇപ്പോൾ ലാലേട്ടൻ മോശം, അതിപ്പോൾ എൻ്റെ വാപ്പ ഒരു മോശക്കാര്യം ചെയ്താലും വാപ്പ തന്നെയാണ്. പക്ഷെ മോശം തന്നെയാണല്ലോ. അത് പറയുന്ന ഒരു രീതി ഉണ്ടെന്നേ ഉള്ളൂ. ലാലേട്ടൻ പാത്രം കുട്ടി എന്ന് ഞാൻ പറയില്ലായിരിക്കും, ലാലേട്ടൻ പാത്രം കൊട്ടാൻ പറയണ്ടായിരുന്നു എന്ന് ഞാൻ പറയും. ആ പറയേണ്ടതിന് നമ്മൾ പറയുന്ന ഒരു രീതി കൂടിയുണ്ടല്ലോ. മേഖലകളാണ് നോക്കുന്നത് അതോ ഈ ഏജ് കാറ്റഗറിയാണ് നോക്കുന്നത്? എവിടേക്ക് ഒരു മേഖലയും നോക്കും. ഒരു സീരിയൽ കാസ്റ്റിംഗ് പോലെ ഈ ഒരു അങ്കിൾ റോൾ അല്ലെങ്കിൽ ഒരു അപ്പൻ റോൾ, ഒരു അമ്മ റോൾ കിട്ടണം. കാരണം 2-3 സീസണിൽ അങ്ങനെ കിട്ടിയതാണ് അല്ലെ? അത് മനസ്സിലാക്കാൻ നിങ്ങൾ 6 സീസണിൽ കിട്ടുന്നുണ്ട്. അപ്പൊ ശരിക്കും ഇതിങ്ങനെ കൊടുക്കുന്നത് എവിടേക്കും ഒരു തീം കൂടെ സെറ്റ് ചെയ്യുന്നുണ്ടോ? എവിടേക്കോ അല്ല, ഇതാണ് അതിന്റെ തീം. ഈ 6 വർഷം എടുത്തു, അല്ലെ 6 സീസൺ കണ്ടപ്പോഴാണ് ഇത് ചർച്ച ചെയ്യപ്പെടുന്നതേ ഉള്ളൂ. കുറച്ചുകൂടി ടെക്നിക്കലിയൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരൊക്കെയാണ് ആദ്യ സീസൺ മുതൽ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഇതിനകത്തൊരു ഫ്രെയിം ഉണ്ടല്ലോ മോനെ, ഒരു കാരണവർ കാണും, ഒരു പിന്നെ വഴക്കാളിയായിട്ടുള്ള ഒരു തലതെറിച്ച ചെക്കൻ കാണും. ശരിക്കും അങ്ങനെ ഒരു കാരണവരും അല്ലെങ്കിൽ ഇത്രയും കുറച്ച് ഏജ് ആയിട്ടുള്ളവരും കൊണ്ടുവരുന്നവര്, ഇവർക്ക് ബോധപൂർവ്വം ഒരു ഗസ്റ്റ് അപ്പിയറൻസ് എന്നുള്ള ധാരണ ഇതിന്റെ സംഘാടകർക്കുണ്ട്. എത്ര ദിവസം ഇവർ എങ്ങനെ കളിച്ചാലും ഉണ്ടാവൂ എന്നുള്ളത്. കാരണം ഇവരെവിടെ ഒരു ഫൈനൽ 5-ലോട്ടോ മൈറ്റ് ബി. എന്നോട് 35 ദിവസമാണ് പറഞ്ഞിരുന്നത്. ഓക്കെ. പക്ഷേ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ കൂടെ ഇതിൻ്റെ സംഘാടകരിലെ ഒരു പ്രധാന പ്രൊഡ്യൂസറിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അയാളോട് ഞാനിങ്ങനെ, എന്നോട് 35 ദിവസമാണ് പറഞ്ഞത്. പക്ഷെ ആ 35 ദിവസം പറയുമ്പോൾ പിന്നെ ഈ എവിക്ഷൻ പ്രക്രിയക്ക് എന്ത് പ്രത്യേകിച്ച് അങ്ങനെ ജെനുവിനിറ്റി ഒന്നും ഈ ഷോയ്ക്കകത്ത് എന്തിനാണ് ജെനുവിനിറ്റിയും നീതിയൊക്കെ പ്രതീക്ഷിക്കുന്നത്? അപ്പൊ പിന്നെ എവിക്ഷന് ജെനുവിനിറ്റി ഇല്ലെങ്കിൽ ഈ ജനവിധി വോട്ടിംഗ് എന്നുള്ളത് എന്ത് വോട്ടിംഗ് കള്ളത്തരല്ലേ? എന്ത് വോട്ടും കള്ളത്തരമാണ്. ഇതിനു മുമ്പ് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട് വോട്ടിംഗ് കള്ളത്തരമാണ്. പിന്നെ ഈ പ്രേക്ഷകനെ ശരിക്കും വിഡ്ഢികളാക്കല്ലേ ചെയ്യുന്നത്? അതൊക്കെ പ്രേക്ഷകന്റെ പിന്നെ തീരുമാനം പറയും. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മളൊരു ഷോ ഇരുന്ന് കാണുകയാണ്, എന്നിട്ട് നമ്മൾ അതുമായിട്ട് അഡിക്റ്റഡ് ആവുകയാണ്, നമ്മൾ അതിൽ ഒരാളുമായി കണക്ട് ആവുകയാണ്, അയാളുടെ ഇമോഷൻസിനൊപ്പം നമ്മൾ സഞ്ചരിക്കുകയാണ്, അയാൾ ജയിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ആ ആഗ്രഹത്തിനെയാണ് ഈ കോർപ്പറേറ്റ് കമ്പനി ചൂഷണം ചെയ്യുന്നത്. ഇതാണല്ലോ ഇതിലെ ഫാക്ട്. ഒരു വോട്ട് ചെയ്യുമ്പോൾ ആ വോട്ടിന്റെ ഒരു തുക എവിടെ പോകുന്നു? ഹോട്ട്സ്റ്റാറിന് പോകുന്നുണ്ട്, പിന്നെ ഏഷ്യാനെറ്റിന് പങ്ക് കിട്ടുന്നുണ്ട്. ആ പോകുന്ന ഞങ്ങൾ വോട്ട് ചെയ്തിട്ട് ആ ജനവിധി അതേ രീതിയിലേക്കല്ല അവിടെ വരുന്നത്, അവിടെ കൃത്യമായിട്ട് ഫേവറേറ്റ്സ് നടക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരു പ്രേക്ഷകന് വോട്ട് ചെയ്യാൻ തോന്നുന്നു? നമ്മളിത് എത്ര വിവാദമാക്കിയാലും ശരി, ഇനിയും ആൾക്കാർ വോട്ട് ചെയ്യും. ഹ്യൂമൻ സൈക്കോളജി അങ്ങനെയാണല്ലോ. ചെയ്തിട്ടുണ്ട്. ഞാനൊരിക്കലും നമ്മൾ എനിക്കൊന്ന് ആണെന്ന് തോന്നുന്നു വേറൊരു ചാനലിൽ നമ്മൾ വളരെ കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ വോട്ടിംഗ് പ്രോസസ്സ് നിൽക്കത്തില്ല. അതായത് ഇത്രയേ ഉള്ളൂ, ഈ വോട്ടിംഗ് ശരിയല്ല എന്നല്ല,
നമ്മൾ ചെയ്യുന്ന വോട്ടിംഗ് അനുസരിച്ച് തന്നെ കാര്യങ്ങൾ പോകില്ല. അതാണ് അതിനകത്ത് വരുന്നത്. ഈ അവിടെ എങ്ങനെ ഗെയിം കളിക്കുന്നു, പ്രേക്ഷകനെ എങ്ങനെ കാണുന്നു മത്സരാർത്ഥിയെ, അതനുസരിച്ച് വോട്ട് ചെയ്യുമ്പോൾ അതിന് വിലയില്ല. അവിടെ എങ്ങനെ കളിക്കുന്നതിനനുസരിച്ച് അവിടെ കൃത്യമായിട്ട് സംഘടകർക്ക് ഫേവറേഴ്സ് ഉണ്ടാവും പറയുന്നു. അപ്പൊ ഈ വിന്നർ സംഭവിക്കുന്ന എങ്ങനെ അവനവന്റെ കഴിവുകൊണ്ടല്ലേ ചോദിക്കുകയാണ്. ഇത് കോമഡിയാണ് പോലെ. ഞാൻ വോട്ടിംഗ് കുറച്ചുകൂടി ക്ലിയർ ആക്കാം. അപ്പം നമ്മൾ ഒരാൾക്ക് വോട്ട് ചെയ്യുന്നു വെച്ചു. അപ്പം ഞാനാണ് പിന്നെ എനിക്ക് നിങ്ങൾ ഒരു 50,000 വോട്ട് കിട്ടിയെന്ന് വെച്ചോളൂ. എൻ്റെ കൂടെ അത്തവണ എവിക്ഷന് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു 20,000 30,000 അങ്ങനെ നിൽക്കുകയാണെന്ന് വെച്ചോളൂ. അപ്പം സംഘാടകർക്ക് അറിയാം ടോട്ടലില് പോപ്പുലറായിട്ട് നിൽക്കുന്നത് ഇപ്പം എമംഗ് ദം ഞാനാണെന്ന് വെച്ചോളൂ. പക്ഷേ ഇവർക്ക് എന്നെ എവിക്റ്റ് ചെയ്യണമെന്ന് വെച്ചോളൂ. എന്നെ ആ ആഴ്ച എവിക്റ്റ് ചെയ്യില്ല, എന്നെ ആ ആഴ്ച ഇരുത്തും. എന്നിട്ട് എന്നെ മറ്റേ നേർച്ച കോഴിയെപ്പോലെ ഇട്ടേക്കും. അടുത്ത ആഴ്ചയിലേക്ക് എനിക്കെതിരെ വോട്ട് അല്ലെങ്കിൽ എന്നെക്കാൾ സ്ട്രോങ് ആയിട്ട് മറ്റൊരാൾക്ക് വോട്ട് കിട്ടാനുള്ള സംഘാടകത്വവും സ്ക്രിപ്റ്റിങ്ങും അവിടെ നടക്കും. ഞാൻ ഉദ്ദേശിച്ച എനിക്ക് മനസ്സിലായെന്ന്. അപ്പൊ അങ്ങനെയെങ്കിൽ അവർക്ക് വേണ്ടവരെ സംരക്ഷിക്കപ്പെടാൻ സ്ക്രീൻ സ്പേസ് കൂടുതൽ കൊടുക്കുകയും ചെയ്യില്ലേ? സ്ക്രിപ്റ്റ് അല്ലെങ്കിലും എവിടെയൊക്കെയോ തരും. ഇതൊരു സ്ക്രീൻ സ്പേസ് തരുന്ന ഷോയാണ്. നിങ്ങൾ സ്ക്രീൻ സ്പേസ് നേടിയെടുക്കാൻ പറ്റുന്നവരാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പിക്കാനായാൽ നിങ്ങൾ ഇഷ്ടം പോലെ സ്ക്രീൻ സ്പേസ് കിട്ടും. അടുത്തൊരു സ്റ്റേറ്റ്മെന്റ്, മത്സരാർത്ഥികൾക്ക് വരുന്ന വോട്ട് കുറഞ്ഞാലും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ അവരെ പിടിച്ചു നിർത്താൻ കഴിയും. അതാണ് അതിന്റെ ബേസ്. അതായത് നിങ്ങളുടെ വോട്ടല്ല ഇതിനകത്തെ സംഗതി, ആ കണ്ടന്റ് എന്താണ്, അതായത് അയാൾ കൊടുക്കുന്ന കണ്ടന്റ് എന്താണ്, അതാണ് ഇന്ന്. അയാള് കണ്ടന്റ് കൊടുത്തില്ല എങ്കിൽ ഇനി നിങ്ങൾ എത്ര വോട്ട് ചെയ്തിട്ടും ഒരു കാര്യമില്ല. അയാൾ കണ്ടന്റ് കൊടുക്കുമെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ അയാൾ നിൽക്കും. 75ാമത്തെ എപ്പിസോഡ് എന്നെ പുറത്താക്കും എന്നത് 100% ഉറപ്പായിരുന്നല്ലോ. 100% ഉറപ്പായിരുന്നു. അത് പുറത്താക്കാതിരിക്കാനായിട്ട് ഞാൻ എന്താണ് ചെയ്തതെന്നറിയോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു 75-ന് ഞാൻ ഇരുന്നാൽ ഗെയിം മാറും. 5 ഗെയിം പ്രത്യേകിച്ച് മാറുന്നില്ല. പക്ഷെ ഞാൻ ഒരാഴ്ച കൊടുത്ത കണ്ടന്റതാ. ഒരാഴ്ച ഞാൻ നോബി ഈ ആഴ്ച ഞാൻ പുറത്തു പോകും, പക്ഷെ ഞാൻ പുറത്തു പോയില്ലെങ്കിൽ കളി മാറും. ഈ ഒരാഴ്ച ഞാൻ ഒരു 10-250 തൊട്ട് ഇത് പറഞ്ഞു. ഞാൻ ഇരുന്നു. ഇത് നമ്മളാ കൊടുക്കുന്ന കണ്ടന്റ് അനുസരിച്ചിരിക്കും പോലെ. അതിനുശേഷം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ നമ്മുടെ ഇല്ല. അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. ഈ വീണ് കിട്ടുന്ന സാധനങ്ങളെ ഇംപ്രവൈസ് ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യമുള്ളൂ. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ചില സീസണുകളിലെ ഫിസിക്കൽ അസോൾട്ടുകൾ ഷോ കണ്ണടച്ച് കളഞ്ഞിട്ടുണ്ട്. ഉണ്ട്. ഈ ഭയങ്കര സത്യസന്ധമായിട്ടാണ് പിന്നെ ഷോയെ വിലയിരുത്തുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ കണ്ണടച്ച് കളഞ്ഞിട്ടുണ്ട്. ഈ ഇപ്പോഴത്തെ ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയുന്നതൊക്കെ ക്രിമിനൽ കേസ് എടുക്കേണ്ട ഫിസിക്കൽ അസോൾട്ട് ആണല്ലോ. അത് ഭയങ്കര ക്രിമിനൽ, അതൊരു ഒരു ഒരു റിയൽ ഫിസിക്കൽ അസോൾട്ട് അല്ലേ. എനിക്ക് റിയാസിൻ്റെയും റോബിൻ്റെയും സംഗതിയിലെ ഫിസിക്കൽ അസോൾട്ട് വെച്ച് ഇത് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല അല്ലേ. അത് ഇത് വെച്ച് നോക്കുമ്പോൾ അതൊരു ഫിസിക്കൽ അസോൾട്ട്. അത് സ്വാഭാവികമായിട്ട് അതിനകത്ത് നിന്നൊരു ഗെയിം വന്നു, ആ ഗെയിമൊക്കെ കഴിഞ്ഞിട്ട് കൊല്ലനുണ്ടായി. പക്ഷേ എന്നിരുന്നാലും ഇത്രയും മാത്രം അപകടകരമായിട്ടുള്ള സംഗതിയല്ല. ഒരാളെ പിടിച്ച് തള്ളുക എന്ന് പറയുന്നത്, ഉപദ്രവിക്കുക എന്ന് പറയുന്നത് ഫിസിക്കൽ അസോൾട്ടാണ്. അത് റിയാസിനൊപ്പം തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ ഇത് വെച്ച് കമ്പയർ ചെയ്ത് അതിനെ പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ആ ഒരു കാരണത്താൽ നമുക്ക് റോബിൻ പുറത്തു പോകാനൊന്നുമുള്ളത് അതിനകത്തില്ല. അതിനേക്കാളൊക്കെ വലിയ എത്രയോ ഇപ്പം ഞാനും മണിക്കൂട്ടനും എന്തോരം അടി കൂടിയിട്ടുണ്ട്. ഞാൻ മണിക്കൂട്ടനെ പിടിച്ചു തള്ളിയിട്ടുണ്ട്, മണിക്കൂട്ടൻ എന്നെ പിടിച്ചു തള്ളിയിട്ടുണ്ട്. അതാ നമ്മൾ അതിൽ എവിടെ ഗെയിം പിടിക്കണം എന്നുള്ള അനുസരിച്ചിരിക്കും. മണി എന്നെ പിടിച്ച് തള്ളി, അല്ലെ ഞാൻ മണിയെ പിടിച്ച് തള്ളി, അല്ലെ ഫിറോസും ഞാനും തമ്മിൽ പരസ്പരം തള്ളായി. ഇപ്പം ഇതിൽ ഞാൻ പറയുകയാണ് എന്നെ തള്ളി ഇവൻ പുറത്താവണം എന്ന് ഞാൻ ഗെയിമാക്കുന്നതനുസരിച്ചാണ് അതിരിക്കുന്നത്. പിടിയോ അതിലന്ന് റിയാസിനത് അങ്ങനെ ആക്കാൻ ഉള്ള ബ്രില്യൻസി ഉണ്ടായി. ഏറ്റവും വലിയ ഒപ്പോണൻ്റ് ആയിരുന്ന ആൾ പുറത്തായത് ബ്രില്യൻ്റ് ഗെയിമാണ്. പക്ഷേ അത് സംഘടനയുടെ ഭാഗത്തു നിന്നുള്ള കണ്ണടക്കലൊക്കെ ഉണ്ട്. ആൻഡ് ബിഗ് ബോസ് അൾട്ടിമേറ്റ് എന്ന തീം മലയാളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഡിഫിക്കൽട്ടാണ്. അങ്ങനെ ഡിഫിക്കൽട്ടൊന്നും അല്ല. ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഗസ്റ്റായിട്ട് വിളിക്കുമ്പോൾ എല്ലാവരും പോകുന്നുണ്ടല്ലോ, അതൊക്കെ പോകും. നമുക്ക് പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ ആരാണ് പോകാത്തത്? എനിക്കതൊക്കെ കേൾക്കുമ്പോൾ ചിരി വരും. നമ്മൾ എന്നെ വിളിച്ചാൽ ഞാൻ പോകില്ല എന്ന് ചുമ്മാ അറിയുന്നത്. വിളിച്ചു നോക്കൂ, വിളിക്കുമ്പോൾ കാശിന്റെ ബാർഗൈനിങ് വരും. അങ്ങനെ കാശ് കൊണ്ട് അങ്ങനെ ഒരു അട്രാക്റ്റീവ് ചെയ്തുകൊണ്ടാണോ ഒരു പക്ഷേ അഖിൽ മാരാർ വിഷയത്തിൽ അതേ രീതിയിൽ സംസാരിച്ചു എന്ന് മാരാർ തന്നെ പറയുമ്പോഴും സാവുമോൻ എൻ്റെ ഒപ്പം സംസാരിക്കുമ്പോഴും പിന്നെ കാണുന്നത് ഈ സീസണിൽ തന്നെ ഒരു എൻട്രിയാണ് ഗസ്റ്റ് റോളിൽ. എവിടേക്കോ നല്ല കാശ് കിട്ടിയിട്ടുണ്ടാവും. ആ കിട്ടിയിലെ ആ നിലപാട് മാറിയതാണോ? പുള്ളിയുടെ നിലപാടിനൊന്നും മാറ്റമൊന്നുമില്ല. പുള്ളി ഇപ്പം ഞാൻ എന്നോട് രഹസ്യമായി സംസാരിക്കുന്നത്, അതായത് ക്യാമറ ഓഫിന് മുമ്പ് സംസാരിക്കുന്നതും ക്യാമറ ഓൺ ചെയ്യുന്നത് സംസാരിക്കുന്നത് രണ്ടാണല്ലോ. ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ ഞാനെന്ന വ്യക്തി ഈ എന്ന വ്യക്തിയോട് എന്ത് സംസാരിക്കണമെന്ന് എനിക്കറിയാം. ക്യാമറ ഓൺ ചെയ്യുമ്പോൾ ഈ എന്ന വ്യക്തി വഴി എനിക്ക് പ്രേക്ഷകനോട് എന്ത് സംസാരിക്കണമെന്ന് എനിക്കറിയാം. ഷാബുചേട്ടൻ അതല്ലേ ചെയ്തത്. ഷാബുചേട്ടന് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിലൂടെ പ്രേക്ഷകന് കൊടുക്കേണ്ട എന്തോ പുള്ളി അത് ചെയ്തു. അഖിൽ മാരാർന്ന സുഹൃത്തിനോട് പറയേണ്ട എന്തോ അത് ചെയ്തു. അതങ്ങനെ എടുത്താൽ പോരെ. അതെന്തുകൊണ്ട് അഖിൽ അങ്ങനെ എടുത്തില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല.
എന്നോടിപ്പോൾ സാവുചേട്ടൻ ഞങ്ങൾ കമ്മ്യൂണിക്കേഷനിലുള്ള ആളാണ്. സാവുചേട്ടൻ എന്നോട് പറയുന്ന പല കാര്യങ്ങളും പുള്ളി സോഷ്യൽ മീഡിയയിൽ വേറെ പറയാറുണ്ട്. അതിനെന്താ, സോഷ്യൽ മീഡിയയിൽ പറയേണ്ട കാര്യമാണ് പുള്ളി അവിടെ പറയുന്നത്, എന്നോട് പറയേണ്ടതാണ്. അപ്പോൾ അഖിൽ മനസ്സിലാക്കേണ്ടിയിരുന്നത് അഖിലിനോട് സാവുചേട്ടന് പറയേണ്ട കാര്യം അതായിരുന്നു, അതല്ല പുള്ളിക്ക് പ്രേക്ഷകരോട് പറയേണ്ടത്. അത് ചില കാര്യങ്ങൾ നമ്മൾ സുഹൃത്തുക്കളോട് പറയുന്നത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു നടക്കോ, ഇല്ല, അതിനെ കുറച്ചുകൂടി മാനുഷികമായി സൗഹൃദപരമായി മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. എവിടേക്കോ ബിഗ് ബോസ് അൾട്ടിമേറ്റ് ഉണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് എവിടേക്കോ ചർച്ചകളിൽ വരുന്നത്, ഈ ഓരോ സീസണിൽ ഇറങ്ങുന്ന മത്സരാർത്ഥികളിലെ എവിടേക്കോ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ തുറന്ന് കാണിക്കണേ, ഒന്നും തുറന്നു പറയരുതേ എന്ന് കാണിക്കാനുള്ള ഒരു ഇൻഡയറക്റ്റ് വേ കൂടിയാണോ സത്യത്തിൽ? അല്ല, അങ്ങനെ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ, നമ്മളെല്ലാം പറയണമല്ലോ. എന്നോട് ഒരിക്കലും ഇവിടെ പിന്നെ അൾട്ടിമേറ്റം വരും അപ്പം നിങ്ങൾ പുറത്ത് പറയാം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പകരം എന്നോട് പറഞ്ഞിട്ടുള്ളത് അൾട്ടിമേറ്റം 5 സീസണുകൾ കഴിഞ്ഞാൽ നോർമലി ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ തന്നെ ആയിരിക്കും പ്രോസസ്സ്. അത് ടി വിയിൽ വരില്ല, പകരം ഓൺലൈനാണ് വരുന്നത്. നിങ്ങൾ ഒരു പുതിയൊരു എഗ്രിമെന്റ് ഉണ്ടാക്കും, അതിൻ്റെ കാശ് സംഗതി നിങ്ങൾക്ക് താല്പര്യമുള്ള പങ്കെടുക്കാം, താല്പര്യമില്ല പങ്കെടുക്കാം, അങ്ങനെയാണ് സംസാരിച്ചത്. താല്പര്യം നമ്മുടേതാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും പോകും. അത് പ്രശസ്തിയും പണവും എന്ന് പറയുന്നത് രണ്ടും അത് പ്രലോഭനമല്ല മോനെ, അത് അടിസ്ഥാനപരമായ ഒരു കലാകാരന്റെ ആവശ്യമാണ്. ഇപ്പൊ പണം തന്നില്ലെന്ന് വെച്ചോ, പ്രശസ്തി ഇട്ടോ ഈ പോവും. ഒരു കലാകാരനാണല്ലോ, നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ ഒരു ഇമ്പാക്ട്, നമ്മുടെ അത് നമ്മൾ ഭയങ്കര, അതിലൂടെ നമ്മൾ ഭയങ്കര പാഷനാണല്ലോ. കാശ് വളരെ കുറച്ചാണെങ്കിലും നമ്മൾ പോകും. 5000 രൂപയ്ക്ക് പണിയെടുത്ത ആൾക്കാരെ നമുക്കറിയാം. നമ്മുടെ സീസണിൽ 5000 രൂപ ഒരു ദിവസം മേടിച്ചുകൊണ്ട് അവിടെ കിടന്ന് വഴക്ക് മുഴുവൻ വാങ്ങിക്കൂട്ടി. ചിലപ്പോൾ ഈ പറഞ്ഞ അയാളെ ഒരുപാട് നാളെ നിർത്തിയിരുന്നു, 10, 60, 70 ദിവസം കണ്ടായിരുന്നു. അത്രയും ലാഭമല്ലേ കമ്പനി. അങ്ങനെയുള്ളത് ഉണ്ട്. പിന്നെ ഇതിനെ എല്ലാത്തിനും രസമായിട്ട് കണ്ടാൽ നല്ല രസമാണ്. ഇതിനെയൊക്കെ ഭയങ്കര പ്രൊവോക്കിംഗ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനൊരു കാഴ്ചപ്പാടി കണ്ടാൽ അത് അങ്ങനെയാണ്. ആൻഡ് ഫൈനലി കിടിലൻ ഫിറോസ് എന്ന് പറഞ്ഞ് കേട്ടു തുടങ്ങിയ ആളാണ്. ആ കിടിലൻ ഫിറോസിനെ പിന്നീട് കേട്ടത് നന്മമരം കളിക്കുന്നു എന്ന വ്യക്തിനെയാണ്. എവിടേക്കും ചെയ്യുന്ന കാര്യങ്ങളിൽ ഇത്തരം വിളികൾ, വിമർശനങ്ങൾ, അല്ലെങ്കിൽ ഒരു പക്ഷേ സർക്കാസ്റ്റിക് ആയിട്ട് പറയുന്നതാണെങ്കിൽ പോലും ചെയ്യുന്ന കാര്യങ്ങളിലെ തിരുത്തി ചിന്തിക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്തിട്ടുണ്ട് വ്യക്തിപരമായിട്ട്? അങ്ങനെ ഇന്ന് വരെ ചെയ്തിട്ടില്ല. എനിക്കത് ചെയ്യാൻ തോന്നുന്നില്ല, കാരണം എന്നെ അത് ബാധിക്കുന്നില്ല. ഈ പറഞ്ഞ ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കുറേ മനുഷ്യരിലാണല്ലോ, അവർക്ക് വയ്യ. ഇവര് വേറൊരാൾ എന്നെ വിമർശിക്കുക എന്ന് പറയുന്നതിനെ കുറിച്ച് ഓർത്ത് ഞാൻ ഡൗൺ ആയിരുന്ന ഈ വയ്യാത്തൊരാളിലേക്കോ അല്ലെങ്കിൽ എൻ്റെ സഹായം എത്തേണ്ട ഒരു മനുഷ്യൻ. ഇപ്പം നമ്മളിത് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ നേരെ പോകുന്നത് ഏകദേശം ഒരു 100-200 കുട്ടികൾക്കുള്ള നടന്ന സ്കൂൾ വർക്കാണ്. കുട്ടികൾക്കുള്ള സാധനം ചെല്ലം അംബ്രല മാറ്റം എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ കുറേ മനുഷ്യർ ചേർന്ന് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ മറ്റേ ചുടുകല്ലെടുത്ത് ഇപ്പുറത്ത് കൊടുക്കുന്ന ജഗതി ചേട്ടൻ്റെ അതേ റോളിൽ നിന്നാൽ മതി. ഇത് കൊണ്ടുപോയി അർഹതപ്പെട്ട കുറേ പേരുടെ നമ്പർ എൻ്റെ ഉണ്ട്, അവരിലേക്ക് ഇത് എത്തിക്കണം. അതിൻ്റെ വീഡിയോ ഒന്നും ചിലപ്പോൾ നമ്മൾ ചെയ്തെന്ന് വരില്ല, ഇത് അങ്ങനെ എടുത്ത് കൊടുക്കുന്നതാണ്. ഞാൻ എന്തിനു മറ്റേ ശ്രദ്ധിക്കണം? നമുക്ക് ചെയ്യാൻ കുറേയേറെ കാര്യങ്ങളുണ്ട്. ഞാനിത് ചെയ്യുന്നത് മുഴുവൻ എൻ്റെ മക്കൾ കാണാൻ വേണ്ടി മാത്രമാണ്, നിങ്ങൾ കാണാനല്ല. എൻ്റെ മക്കൾ കാണണം. പപ്പ ഇത്രയായിരുന്നു പപ്പയുടെ വരും, അവർക്കറിയാം. എൻ്റെ ശമ്പളം എത്രയാണെന്നറിയാം, എൻ്റെ എക്സ്ട്രാ ഇൻകം അറിയാം, എൻ്റെ പിന്നെ സോഷ്യൽ മീഡിയ ഇൻകം അറിയാം, എൻ്റെ ഇനാഗുറേഷൻ ചാർജ്, എൻ്റെ ഒരു ടോട്ടൽ ഇൻകം ഞാൻ ഫാമിലിയാണ് ഏൽപ്പിക്കുക. എൻ്റെ ഒരു അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെ കംപ്ലീറ്റ്ലി ഇതാണെന്ന് പറയുന്നത് കുടുംബം അറിയണമല്ലോ, ഇതാണ് നമ്മുടെ വരുമാനം, നമ്മുടെ ഇൻഷുറൻസുകൾ ഇത്രയുണ്ട്, നമ്മുടെ ഇത് ഫിക്സഡ്, അതറിയണം അവർ, എഡ്യൂക്കേഷണൽ പ്ലാൻ ചെയ്ത്. അപ്പം അവരാണ് കാണേണ്ടത്. പപ്പയ്ക്ക് ഈ മാസം കിട്ടിയ പൈസ ഇത്രയാണ്, ഈ പൈസയിൽ നിന്ന് ഇത്ര പൈസ എടുത്ത് പപ്പ ഇത് ചെയ്തു. അത് അവരെ എന്തെങ്കിലും പഠിപ്പിക്കാനല്ല, എന്നെക്കുറിച്ച് അവർ നല്ല ചിന്തിക്കാനുമല്ല. ഭാവിയിൽ അവർ വഴി വേറെ കുറേ മനുഷ്യർക്ക് ഗുണമുണ്ടാകുന്നെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം അവർക്ക് ഉണ്ടാകട്ടെ എന്ന് എഴുതി. എന്നെ അവിടെ മറ്റൊരാൾ വന്ന് കമൻ്റ് അടിക്കുന്നത് ബാധിക്കുന്നേയില്ല. പിന്നെ ഇതിൽ ഞാൻ ഗുരുവായിട്ട് കാണുന്ന നോബിയാണ്. നോബി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ കമൻറ്റ് കാണേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? സോഷ്യൽ മീഡിയ നോക്കുന്നത് കൊണ്ട്. നമുക്ക് ഇടേണ്ടത് ഇടുക, അങ്ങ് പോവുക. കമൻറ്റ് അവർ വന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, അത് പോയിരുന്ന് വായിക്കുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ എന്ന് പറഞ്ഞത് 100% ശരിയാണ്. പിന്നെ എന്നെ അങ്ങനെ ആക്രമിക്കുന്നവരൊന്നും ഇല്ല, തളരുന്നവനല്ല, തളർച്ചയുടെ അല്ല, അങ്ങനെ ആക്രമിക്കില്ല. നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു കള്ളത്തരം ഉണ്ടെങ്കിൽ അത് ആൾക്കാർക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യും. എത്രയോ വലിയ വൻമരങ്ങൾ വീണു. നമ്മൾ ചെയ്യുന്നത് കള്ളത്തരമാണെങ്കിൽ അത് സെൻസ് ചെയ്യും, അത് മനുഷ്യ സഹജമായൊരു സാധനമാണ്. നമ്മൾ ചെയ്യുന്നത് ന്യായമുള്ളൊരു കാര്യമാണെങ്കിൽ അതും മനുഷ്യന് സെൻസ് ചെയ്യും. എന്നാലും എതിര് പറയാനുള്ള ആൾക്കാർ കാണും, പക്ഷേ ആ എതിര് പറയുന്നവർക്കും അറിയാം വേറെ ആൾക്കോ ഗുണം കിട്ടുന്ന. ഫിറോസ് കുന്നംപറമ്പിലിനെയൊക്കെ വിമർശിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അയാളെ വിമർശിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ അറിയോ, അയാളുടെ സർവീസ് എത്ര പേർക്കെത്തി? നിങ്ങൾ അയാളുടെ പേഴ്സണൽ വീഡിയോ എടുത്ത് വെച്ചിട്ട് അലക്കുന്നു, അയാളെ അങ്ങനെ ചെയ്യുന്നു, രാഷ്ട്രീയപരമായിട്ട് നേരിടുന്നു. ഈ അലക്കിയവരോ കമൻ്റ് ഇട്ടവരോ അങ്ങനെ ഒരു മനുഷ്യന് ഉപകരിച്ചിട്ടുണ്ടോ? അപ്പോൾ പറയും ഞങ്ങൾ ഉപകരിക്കുന്നുണ്ട്, ഞങ്ങൾ സോഷ്യൽ മീഡിയയിലെ കൊന്തമാണ്, ഉപകരിക്കുകയുമില്ല, സോഷ്യൽ മീഡിയ പറ്റിയാൽ പോയി ഇടുകയും ചെയ്യും. മനുഷ്യന് വിമർശിക്കാൻ ഇഷ്ടമാണ്, അതിനെ 2 കൈ നീട്ടി സ്വീകരിച്ച അവരുടെ പ്രശ്നമൊന്നുമില്ല. ഈ പ്രവർത്തികൾ തുടരട്ടെ, വളരട്ടെ, പ്രകാശം പരക്കട്ടെ. വരുന്നു, നിറയട്ടെ.